നമസ്കാരം. 60കളുടെ മധ്യത്തിൽ സേക്രഡ് ഹാർട്ട് ചർച്ചിലെ ഇടവക വികാരി റവറൻ ഫാദർ പോൾ കിനാട്ടുകര തൻ്റെ പതിവ് പ്രഭാത സവാരിക്കായി പോകുമ്പോൾ ബാംഗ്ലൂരിൻ്റെ ഭാഗമായ സോമനഹള്ളിയിലെ ഒരു പൂന്തോട്ടത്തിൽ പ്രവേശിക്കുന്നു. മനോഹരമായി പരിപാലിക്കപ്പെട്ടിരുന്ന ആ റോസ് ഗാർഡൻ പള്ളി നിർമ്മിക്കുവാനായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ ആഴ്ചയിൽ 1,00,000-ലധികം റോസാപ്പൂക്കൾ കയറ്റുമതി ചെയ്തിരുന്ന ആ പൂന്തോട്ടം ലഭിക്കുന്നത് അസാധ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നെങ്കിലും എന്ത് വില കൊടുത്തും ആ ഭൂമി വാങ്ങാൻ ദൃഢനിശ്ചയം ചെയ്യുന്ന അദ്ദേഹം സഹായത്തിനായി പ്രാഗിലെ ഉണ്ണിയേശുവിനോട് 2 മാസത്തോളം നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താമസിയാതെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയും ആ റോസ് ഗാർഡൻ വിൽപ്പനയ്ക്ക് വയ്ക്കുകയും അപ്രതീക്ഷിത വിലയ്ക്ക് ആ ഗാർഡൻ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ സംഭവിക്കുന്നത് അത്ഭുതങ്ങളായിരുന്നു. അവിടെ നിർമ്മിക്കുന്ന ദേവാലയം തീർത്ഥാടനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ദിവ്യ ആശ്വാസത്തിൻ്റെയും സ്ഥലമായി ലോകമെങ്ങും അറിയപ്പെടുന്നു. ബാംഗ്ലൂരിലെ വിവേക് നഗർ പ്രദേശത്തിനടുത്തുള്ള നീലസാന്ദ്രയിൽ പ്രാഗിലെ ചരിത്രപ്രസിദ്ധമായ ഉണ്ണിയേശുവിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിക്കുന്ന ഇൻഫന്റ് ജീസസ് ദേവാലയം പിന്നീട് നിരവധി അത്ഭുതങ്ങളാൽ ഏറെ ജനപ്രിയമായി മാറുന്നു. 2005 പഴയ കെട്ടിടത്തോട് ചേർന്ന് ഒരു പുതിയ പള്ളിക്കെട്ടിടം പണിതുകൊണ്ട് ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് മാറ്റുന്ന ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ കഥ. വെൽക്കം ബാക്ക് ടു ഹദക് വിഷൻ. ഉണ്ണിയേശുവിനോടുള്ള ഭക്തി ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് വിശ്വസിക്കുന്നു. 60കളുടെ മധ്യത്തിൽ ബാംഗ്ലൂരിലേക്ക് മടങ്ങിയ സേക്രഡ് ഹാർട്ട് ഇടവക വികാരി റവറൻ ഫാദർ പോൾ കിനാട്ടുകര വിവേക് നഗർ എന്ന് ഇന്നറിയപ്പെടുന്ന സോമനഹള്ളിയിൽ നിന്നുള്ള വിശ്വാസികൾക്കായി ഒരു പുതിയ പള്ളി പണിയുന്നതിനായി ഒരു സ്ഥലം അന്വേഷിക്കുകയും അതിനായി അദ്ദേഹം കണ്ടെത്തുന്ന റോസ് ഗാർഡൻ ലഭിക്കുന്നതിനായി പ്രാഗിലെ ഉണ്ണിയേശുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്ന ആ സ്ഥലത്ത് 1971 സേക്രഡ് ഹാർട്ട് പള്ളിയിൽ നിന്ന് ഇൻഫന്റ് ജീസസിൻ്റെ പ്രതിമ കൊണ്ടുവന്ന് ഒരു പഴയ കൂടാരത്തിൽ സ്ഥാപിക്കുകയും ഒരു ടെന്റ് ചർച്ച് ആരംഭിക്കുകയും ചെയ്യുന്നു. റോസ് ഗാർഡൻ എന്നറിയപ്പെടുന്ന പുതുതായി ഏറ്റെടുത്ത ഈ സ്ഥലം പാമ്പുകളും ഇഴജന്തുക്കളും നിറഞ്ഞതും തെരുവ് വിളക്കുകൾ ഇല്ലാത്തതും രാത്രിയിൽ ഇരുട്ടിൽ മുങ്ങിപ്പോകുന്നതുമായിരുന്നെങ്കിലും പള്ളിയിലേക്ക് ഒഴുകിയെത്തിയ വിശ്വാസികളെ അതൊന്നും പിന്തിരിപ്പിക്കുന്നില്ല. 1979 പള്ളിക്കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ദേവാലയത്തിലെ അത്ഭുതങ്ങൾ കൊണ്ട് പള്ളിയുടെ ജനപ്രീതി കുത്തനെ വർദ്ധിക്കുകയും നിരവധി ആളുകൾ തങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരമായി ഉണ്ണിയേശുവിനോടുള്ള പ്രാർത്ഥന ചൊല്ലാനായി പള്ളിയിലേക്ക് വരുവാനും ആരംഭിക്കുന്നു. അങ്ങനെ ഈ ദേവാലയം അതിവേഗം വളർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെ ആകർഷിക്കുന്ന ഒരു പുണ്യസ്ഥലമായി മാറുന്നു. ഇംഗ്ലീഷിലും എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും കുർബാനകൾ നടക്കുന്ന ഇവിടം ഇൻഫന്റ് ജീസസിന് സമർപ്പിച്ചിരിക്കുന്ന ദിവസമായ വ്യാഴാഴ്ചകളിൽ പുലർച്ചെ 4 മണിക്ക് ദേവാലയം തുറന്ന് അർദ്ധരാത്രി വരെ തുറന്നിരിക്കും. അനുഗ്രഹങ്ങൾക്കായി ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിക്കാൻ എത്തുന്ന ജനക്കൂട്ടം അത്രയധികമാണിവിടെ. ഇപ്പോഴത്തെ പള്ളിക്കെട്ടിടം 2005 ജൂൺ 9 ഉദ്ഘാടനം ചെയ്തത്. 2500 പേർക്ക് ഇരിക്കാവുന്ന ഫാൻ ആകൃതിയിലുള്ള മനോഹരമായ ഒരു ഹാൾ ഇതിലുണ്ട്. പള്ളിയുടെ മധ്യഭാഗത്തുള്ള ചുവർച്ചിത്രത്തിൽ ബെത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിലെ ജനനരംഗം പകർത്തിയിരിക്കുന്നു. വ്യാഴാഴ്ച കുർബാന ഏറെ വിശേഷവും
ജാതിമത ഭാഷാഭേദമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പതിവായി സന്ദർശിക്കുകയും ചെയ്യുന്നു. കൂടാതെ ആ ദിവസം വ്യത്യസ്തമായ ഭാഷകളിലായി 7 കുർബാനകളും പള്ളിയിൽ നടക്കുന്നു. തീർത്ഥാടനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ദിവ്യ ആശ്വാസത്തിൻ്റെയും സ്ഥലമായി അറിയപ്പെടുന്ന ഇൻഫന്റ് ജീസസ് ദേവാലയവും കടന്ന് കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുന്നു. നിങ്ങളും കൂടെ ഉണ്ടാവണം.